മുഴക്കി ദൈവദൂത് വേഗത്തിൽ വന്നിടുമേ. കാഹളം മുഴക്കി ദൈവദൂത് വേഗത്തിൽ വന്നിടുമേ. കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും സമീപമായല്ലോ. വേഗം വരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണ്? വെളിപ്പാട് 1:5 കർത്താവിനെ കുറിച്ച് പറയുന്നത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പുരാജാക്കന്മാർക്ക് അധിപതിയും ആകുന്നവൻ എന്ന. ഈ കർത്താവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങൾ തുടർന്ന് 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനും ആക്കി തീർത്തവനും മേഘാരൂഢനായി വരുന്നവനും. ഇവിടെ 3 വിധത്തിൽ ഉള്ള അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം, നമ്മെ സ്നേഹിച്ച് തൻ്റെ രക്തത്താൽ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിനായിരുന്നു. അതിനായി തൻ്റെ ജീവൻ തന്നെ കാൽവറിയിൽ ബലിയായി നൽകി. റോമർ 8:32 പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ എന്ന. യോഹന്നാൻ സുവിശേഷകൻ ഇതൊന്നുകൂടി വ്യക്തമാക്കി പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമായി നൽകിയത് നമ്മോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. ലോകത്തിലെ ഒരു പ്രവൃത്തി കൊണ്ടും നമ്മുടെ പാപങ്ങൾ പോക്കുവാൻ സാധിക്കില്ലായിരുന്നു. ആ സ്ഥാനത്ത് തൻ്റെ പുത്രൻ്റെ രക്തം വിലയായി നൽകിയ നമ്മെ വീണ്ടെടുത്തത്. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ ചുമന്ന ദൈവത്തിലെ കുഞ്ഞാട. അതെ, നമ്മുടെ പാപം എത്ര വലുതായിരുന്നാലും അവയിൽ നിന്ന് നമ്മെ പൂർണ്ണമായി വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ സകല പാപവും തൻ്റെ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം, അവൻ നമ്മെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് പുറപ്പാട് 19:6 നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു എന്ന് അവിടെ വായിക്കുന്നത് ഇത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വാഗ്ദത്തമാണ്. അതായത് താൻ തിരഞ്ഞെടുത്ത തൻ്റെ സ്വന്തം ജനം പുരോഹിത രാജ്യത്വ പദവി പ്രാപിക്കും. ക്രിസ്തുവേശുവിൽ കൂടി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ രാജാതിരാജാവായ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് ലഭിക്കുന്ന പദവിയാണ് രാജ പദവി. യേശു നമ്മെ പുരോഹിതന്മാരാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു മുഖാന്തരം തുറന്ന പുതുവഴിയിൽ കൂടി ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശിക്കാം എന്ന സാരം. യെരൂശലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ അല്ലാത്തവർക്ക് പ്രവേശിപ്പാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും പുരോഹിതന്മാരായിരിക്കുകയാണ്. ഈ ഒരു ദർശനമാണ് യെശയ്യാവിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. യെശയ്യാവ് 61:6. യെശയ്യാവിന് നൽകിയ ഈ ദർശനമാണ് യേശു ക്രിസ്തുവിൽ കൂടി സാക്ഷാത്കരിക്കപ്പെട്ടത്. നമ്മെ എല്ലാവരെയും യേശു രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുകയാണ്. നാം അവൻ്റെ വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. എബ്രായർ 4:16. അതെ, അവൻ്റെ കൃപാസനത്തിന് അടുക്കിലേക്ക് ചെല്ലുവാനുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ അനുഗ്രഹം, അവൻ നമ്മെ ചേർപ്പാനായി മേഘാരൂഢനായി വരും. ദാനിയേൽ 7:13-14 മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു എന്ന് വായിക്കുന്നു. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും ലഭിച്ചു എന്നും ഇവിടെ പറയുന്നു.
ഇവിടെ മനുഷ്യപുത്രൻ എന്നത് യേശു കർത്താവാണ്. അവൻ സകലത്തിൻ്റെയും കർത്താവായി തീരുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് തരുന്ന വലിയ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് വരും. മഹാപുരോഹിതന്മാരുടെ മുൻപിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞത്, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. മത്തായി 26:64. അതെ, നമ്മുടെ കർത്താവ് നമ്മെ ചേർപ്പാനായി വീണ്ടും വരും. പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. കർത്താവ് വീണ്ടും വരും എന്ന വാർത്ത നമുക്ക് നൽകുന്ന സന്തോഷം എത്ര വലിയതാണ്. നാം അവനോട് ചേർക്കപ്പെടുന്നത് എന്നും അവനോട് കൂടെ ഇരിക്കുന്നതിനാണ്. ഈ നിശ്ചയത്തോടും പ്രത്യാശയോടും ഒരു കർത്താവിൻ്റെ പ്രിയമക്കളായി നമ്മുടെ ഓട്ടമോടാം. കർത്താവേ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് നിന്റെ മകനാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും വരുന്ന എൻ്റെ കർത്താവിനായി ഒരുങ്ങി കാത്തിരിപ്പാനുള്ള വിശ്വാസവും നിശ്ചയവും എനിക്ക് നൽകണമേ. ആമേൻ. നീതിயின் സൂര്യൻ വെളിപ്പെടും നേരം ഞാൻ അവൻ മുഖം കാണും. നീതിயின் സൂര്യൻ വെളിപ്പെടും നേരം ഞാൻ അവൻ മുഖം കാണും. എന്റെ പ്രത്യാശയേറിടുന്നേ, എന്റെ പ്രത്യാശയേറിടുന്നേ, എന്റെ പ്രത്യാശയേറിടുന്നേ, എന്റെ പ്രത്യാശയേറിടുന്നേ. കാഹളം മുഴക്കി ദൈവദൂതൻ മേഘത്തിൽ വന്നിടുമേ. കാഹളം മുഴക്കി ദൈവദൂതൻ മേഘത്തിൽ വന്നിടുമേ. കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും സമീപമായല്ലോ, കാലം ഏറ്റവും